അവസാനം ഒരേ ഒരു പാത്രത്തിൽ നിന്ന് അവർ രണ്ടുപേരും ആ കഞ്ഞി പങ്കുവച്ച് കുടിക്കുകയാണ്. വിശപ്പിനു മുകളിൽ സ്നേഹം ജയിക്കുന്ന ഒരു നിമിഷം. അതിനിടയിലും ചിരുതയുടെ ഒരു കരുതൽ നോക്കണേ. ആ കഞ്ഞിയിൽ നിന്ന് ഒരു പങ്ക് ആരും കാണാതെ അവൾ അടുത്ത ദിവസത്തേക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. ഇന്നത്തെ വിശപ്പ് മാറുമ്പോൾ നാളത്തെ കാര്യവും ഓർക്കുന്ന ആ ഒരു സ്ത്രീയുടെ ദീർഘവീക്ഷണം. 7:30 കോഴി കൂവി. 7:30 കോഴി, 7:30 വെളുപ്പിന് കോവുന്ന കോഴി. ഇത്രയുള്ള എൻ്റെ അർത്ഥം. സാധാരണ ഈ കർഷകരൊക്കെ ഉണർന്നെഴുന്നേക്കുന്നത് വെളുപ്പാങ്കാലത്ത് ഈ കോഴിയുടെ കൂവൽ കേൾക്കുമ്പോഴാണ്. ഇന്നത്തെ പോലെ ഈ ടൈം പീസും അലാറവും ഒന്നും അന്നില്ല. താനേ മുഴങ്ങുന്ന ഒരലാറം അതിതാണ്. കൃത്യമായ സമയത്ത് പൂവൻകോഴി കൂവും. അവൻ്റെ ബലിഷ്ഠമായ ശരീരത്തോട് ചേർന്ന് കിടന്നപ്പോൾ പേടി കൂടാതെ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞു. വയറ് നിറഞ്ഞില്ലെങ്കിലും അന്ന് ആ രാത്രിയിൽ അവരുറങ്ങി. എപ്പോഴാ? 7:30 കോഴി കൂവിയതിന് ശേഷം. പിറ്റേന്ന് കാലത്ത് ചിരുത ഒളിപ്പിച്ചു വച്ചിരുന്ന ആ കഞ്ഞിവെള്ളവും 4 കഷ്ണം കപ്പയും ഒരു വഴക്കിന് കാരണമായി. അവൻ മുഴുവനും കുടിച്ചു എന്ന് വെച്ചല്ല, അവൾ അതിൽ നിന്നും ഒട്ടും കഴിക്കാത്തതിനാൽ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ദൃഢത ആണ് ഈ വഴക്കിലൂടെ എഴുത്തുകാരൻ വ്യക്തമാക്കുന്നത്. പിറ്റേ ദിവസം കോരൻ പണിക്ക് പോയി. അന്നും നെല്ലിനു വേണ്ടി അവൻ വാദിച്ചു. 1 രൂപ അവനന്ന് കൂലി കിട്ടി. എവിടൊക്കെയോ നടന്ന് 2 നാഴി അരിയും കപ്പയും വാങ്ങി കോരൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കുടിലിൽ ഒരു സംസാരം കേൾക്കാം. അവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ അവനെ കാത്തു മറ്റൊരാളുണ്ടായിരുന്നു. തീർത്തും അപ്രതീക്ഷിതനായ ഒരാൾ. കുടിലിന്റെ ഉള്ളിൽ നിന്ന് വളരെ ക്ഷീണിച്ച അപരിചിതമായ ഒരു ശബ്ദം. അത് വേറാരുമായിരുന്നില്ല, കോരന്റെ അച്ഛനായിരുന്നു. പക്ഷെ ആളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്തൊരു കോലത്തിലായിരുന്നു. അസുഖം കൊണ്ട് ശരീരം മുഴുവൻ നീരുവെച്ച് വീർത്തിരിക്കുന്നു. അപ്പോ ആ അച്ഛൻ തന്റെ ജീവിതത്തിന്റെ ഒരു കണക്ക് അവിടെ അവതരിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ഒരു ആയുസ് മുഴുവൻ നീണ്ട അധ്വാനത്തിന് അവസാനം എന്ത് കിട്ടി എന്നതിന്റെ ഒരു കണക്കെടുപ്പ്. 10 ദിവസമായി ആ മനുഷ്യൻ ഒരു വറ്റ് കഞ്ഞി കുടിച്ചിട്ട് കപ്പ മാത്രം കഴിച്ചാണ് ജീവൻ പിടിച്ചു നിർത്തിയിരുന്നത്. ഓർക്കണം, 10 ദിവസം. 62. തന്റെ 8ാമത്തെ വയസ്സിൽ പാടത്ത് പണിക്കിറങ്ങിയതാണ് അച്ഛൻ. 62 വർഷം, ഒരു ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്കു വേണ്ടി അന്നം വിളയിക്കുകയായിരുന്നു. അപ്പോ ആ ജീവിതത്തിന്റെ കണക്ക് പുസ്തകമൊന്ന് നോക്കൂ. ഒരു വശത്ത് അദ്ദേഹം സമൂഹത്തിന് നൽകിയ സംഭാവനകൾ, കോടിക്കണക്കിന് പറ നെല്ല് വിളയിച്ചു, ലക്ഷക്കണക്കിന് ആളുകളുടെ വിശപ്പടക്കി. മറുവശത്ത് അദ്ദേഹത്തിന് തിരികെ കിട്ടിയതോ? പട്ടിണി, ഒരിത്തിരി കഞ്ഞിക്കു വേണ്ടി മകന്റെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ, തകർന്ന ഒരു ശരീരം. ഇതാണ് 62 വർഷത്തെ അധ്വാനത്തിന് കിട്ടിയ പ്രതിഫലം. ഇതെല്ലാം കേട്ടപ്പോ, അച്ഛന്റെ അവസ്ഥ കണ്ടപ്പോ കോരന്റെ നെഞ്ച് പിടഞ്ഞുപോയി. താൻ കാരണം അച്ഛൻ ഒറ്റപ്പെട്ടുപോയല്ലോ എന്നൊരു കുറ്റബോധം അവനെ വേട്ടയാടാൻ തുടങ്ങി. ഈ അവസാന കാലത്ത് വേറെ ആരുമില്ലാഞ്ഞിട്ടാണല്ലോ അച്ഛൻ തന്നെ തേടി വന്നതെന്നവൻ തിരിച്ചറിയുന്നു. പക്ഷേ നമ്മൾ കോരന്റെ ദുഃഖത്തിൽ നിൽക്കുമ്പോൾ അവൻ വരുന്നതിനു മുൻപ് തന്നെ ആ കുടിലിൽ സ്നേഹത്തിന്റെയും കരുണയുടെയും ഒരു കാര്യം നടന്നിരുന്നു. അതെന്താണെന്ന് നോക്കാം. ചിരുത ചെയ്തത് എന്താണെന്ന് നോക്കൂ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഭർത്താവിന്റെ അച്ഛനെ കാണുന്നത്. വിശന്ന് അവശനായി വന്ന ആ മനുഷ്യനെ അവൾ എങ്ങനെ